കാവശ്ശേരി പഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തിലെ ഫണ്ട് ഉപയോഗിച്ച് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. കോങ്ങാലക്കോട് ഗവൺമെന്റ് LP സ്കൂളിൽ 123 കട്ടിലുകൾ ജനറൽ വിഭാഗത്തിന് വിതരണം നടത്തി. 4,91,877 രൂപ പഞ്ചായത്ത് വികസന ഫണ്ട് ഇതിനായി വിനിയോഗിച്ചു. 17 വാർഡുകളിലെ ഗുണഭോക്താക്കൾക്കാണ് വിതരണം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടികജാതിക്കാർക്കുള്ള കട്ടിലിന് 60 ആൾക്കുള്ള അപേക്ഷ വെച്ചിട്ട് 25 അപേക്ഷ കിട്ടിയിട്ട് ബാക്കിയില്ല. കാരണം 60 വയസ്സ് കഴിഞ്ഞാൽ ഇന്ന് 60 വയസ്സ് കഴിഞ്ഞാൽ നാളെ രാവിലെ അവർ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ആളില്ല. അപ്പോൾ അതൊരു വലിയൊരു നേട്ടം തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം. കാരണം പറഞ്ഞാൽ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കഴിവ് എന്ന് പറയാൻ ഞാനത് അവകാശപ്പെടുന്നില്ല. കാരണം പറഞ്ഞാൽ ഭരണസമിതിയുടെ കഴിവ് എന്ന് പറയില്ല. ഇംപ്ലിമെൻ്റ് ഓഫീസർമാർ അംഗനവാടി ടീച്ചർമാരും ശരിക്കും പറഞ്ഞാൽ ധൈര്യം ഞങ്ങൾ ചെയ്യുക എന്നുള്ള ഉറപ്പ് തന്നപ്പോഴാണ് നമുക്കിതൊരു തീരുമാനം. കാരണം പറഞ്ഞാൽ പെരുമാറ്റച്ചട്ടം വരാൻ പോകുന്നു. പെരുമാറ്റച്ചട്ടം പറഞ്ഞാൽ കൊടുക്കാൻ കഴിയില്ല. അഥവാ അത് കൊടുത്താൽ കേരളത്തിലെ ഏറ്റവും നോട്ടപ്പുള്ളിയായ പഞ്ചായത്തിലേക്കും ഏറ്റവും നോട്ടമുള്ള അംഗനവാടി ടീച്ചർമാരുമായിരിക്കും. അപ്പോൾ അതിനൊന്നും ഇടവരുത്താതെ അവർ തൻ്റെ ഇടത്തോടുകൂടി ഞങ്ങളത് കൊടുക്കുക എന്ന് പറഞ്ഞത് തന്നെ വളരെ നമുക്ക് അഭിമാനമുള്ള കാര്യമാണ്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു സർക്കാരിൻ്റെ പരിപാടികളിൽ ഒരു ഏകോപനം ഉണ്ടെങ്കിൽ എല്ലാം നടക്കുള്ളൂ. അല്ലാതെ ഭരണസമിതി ഒരു തട്ടിൽ, ഉദ്യോഗസ്ഥന്മാർ വേറെ തട്ടിൽ, പൊതുജനങ്ങൾ വേറെ തട്ടിൽ നിന്ന് ഒന്നും നടക്കില്ല. എല്ലാവരും കൂടി കൂട്ടായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ അവരപ്പന്തൽ വരെയാണ് ഈ കാര്യം. കാറ്റടിക്കണമായിട്ട് ഇങ്ങനെ പോകുന്നത് ജനങ്ങൾ ഒന്നിച്ച് നിന്നാലേ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. അല്ലാതെ നമ്മുടെ കഴിവ് മാത്രം ഉണ്ടായതുകൊണ്ട് നടക്കില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാര്യം മാത്രമല്ല, LSTD റോഡ് വർക്കുകൾ എല്ലാ പഞ്ചായത്തുകളും ഇപ്പോൾ ചെയ്യുന്ന കാണുമ്പോൾ മറ്റുള്ള വാർഡ് മെമ്പർമാർ, നമ്മുടെ മെമ്പർമാർ തന്നെ അവിടെയൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മളെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാദേവി സതീശൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗിരിജാരാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബീന ഗോപി, വാർഡ് മെമ്പർമാരായ ഗോപൻ, സുജാത, ചന്ദ്രൻ, ഗിരിജ പ്രേം, പ്രകാശ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.